ഹായ് ഫ്രണ്ട്സ്, സലാം ട്രാവൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മധുര വരെ പോവുകയാണ്. നമ്മുടെ ലോറിയിലാണ് പോകുന്നത്. മധുരയിൽ സ്റ്റീൽ ഐറ്റംസ് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി പോവുകയാണ്. സ്റ്റീലിൻ്റെ ഐറ്റംസ് ലോഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ലോറിയും കൊണ്ട് പോവുകയാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് കാണാം. നമ്മൾ രാവിലെ 5:30 ആയപ്പം പൂനിയിൽ നിന്ന് വണ്ടി എടുത്തു. ഇപ്പം ഞങ്ങൾ സമയം ഏകദേശം 6:10 ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ പുനലൂർ കഴിഞ്ഞിരിക്കുകയാണ്. കോന്നിയിൽ നിന്നും മധുര വരെ ഏകദേശം 240 കിലോമീറ്ററാണ് നമുക്ക് യാത്ര ചെയ്യാനുള്ളത്. തമിഴ്നാടിൽ നിന്നും കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ ചരക്ക് ലോറികൾ സഞ്ചരിക്കുന്നത് ഇതുവഴിയാണ്. ചെങ്കോട്ട പുനലൂർ വഴിയാണ് യാത്ര ചെയ്യുന്നത്. നമ്മൾ യാത്ര ചെയ്യുന്ന വഴിയിലാണ് തെന്മല ഡാമും പാലരുവി വെള്ളച്ചാട്ടവും ഒക്കെ ഉള്ളത്. ഡാമിൻ്റെ വ്യൂ പോയിന്റ്. ഇത് നമ്മൾ വരുന്ന വഴിയിൽ തെന്മല ഭാഗത്തായി ആക്സിഡന്റിൽപ്പെട്ടൊരു ലോറിയാണ്.
തെന്മല വഴിയുള്ള ഈ യാത്ര വളരെ മനോഹരമായ ഒരു യാത്രയാണ്. മലകളും പുഴകളും മരങ്ങളുമൊക്കെയായി വളരെയധികം നല്ലൊരു അനുഭവം തന്നെയാണ്. ഈ യാത്രയിൽ പുനലൂർ മുതൽ ആര്യങ്കാവ് വരെ നമ്മൾ ഒരു മല കയറുകയാണ്. ശരിക്കും ആര്യങ്കാവ് മുതൽ പുളിയറ എസ് വളവ് വരെ നമ്മൾ ആ മല ഇറങ്ങി തമിഴ്നാട്ടിലെത്തുകയാണ്. ഈ സ്ഥലം എല്ലാവർക്കും വളരെയധികം പരിചിതമായ സ്ഥലമാണ്. ഇതുവഴി യാത്ര ചെയ്യുന്നവരെല്ലാം തന്നെ ഇവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കുകയും കുറേ നേരം വിശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ഥലമാണ്. ഇതിന് മുകളിലൂടെ റെയിൽ പാളമാണ്. നമ്മൾ ഒരുപാട് റീൽസിലും വീഡിയോസിലും എല്ലാം ഈ സ്ഥലം കണ്ടിട്ടുണ്ട്. ഈ സ്റ്റെപ്പിൽ കൂടി നമുക്ക് ഇതിൻ്റെ മുകളിലെത്താം. റോഡിൻ്റെ ഈ ഭാഗം വളരെയധികം തകർന്ന നിലയിലാണ്. വളരെയധികം നല്ല കുഴി പോലാണ്. വണ്ടി ഓടിച്ച് കയറിപ്പോകാൻ വളരെയധികം പാടാണ്. ആദ്യം ഇവിടെ കൊണ്ട് നിർത്തി ഏതുവഴി പോകും എന്ന് നമ്മളൊന്ന് ചിന്തിച്ചിട്ടാണ് വണ്ടി എടുക്കുന്നത്. ഏതുവഴി പോയാലും ഒരുപോലെ ഉള്ളൂ. റോഡിൻ്റെ ഈ ഭാഗത്ത് വലിയ കുഴികളായിട്ടാണ് കാണപ്പെടുന്നത്. ഇതുവഴി വളരെയധികം ലോറികൾ ലോഡുമായി പോകുന്നതാണ്. ഈ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ റോഡ് ഇങ്ങനെ നിലയിൽ കണ്ടത്. ബാക്കിയെല്ലാം നല്ല റോഡുകളാണ്. ഇതാണ് ആര്യങ്കാവുള്ള കേരള RTO ചെക്ക് പോസ്റ്റ്. കേരളത്തിൻ്റെ RTO ചെക്ക് പോസ്റ്റ്. ഇവിടെ മുതൽ അങ്ങോട്ട് ഇറക്കമാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മല ഇറങ്ങുകയാണ് നമ്മൾ. ഇത് നേരെ ഇറങ്ങി ചെല്ലുന്നത് പുളിയറ എസ് വളവിലേക്കാണ്.
അങ്ങനെ നമ്മൾ പുളിയറ എസ് വളവിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് പുളിയറ എസ് വളവാണെങ്കിൽ തന്നെയും ചെങ്കോട്ട എസ് വളവ് എന്നാണ് ഞാൻ ഇതിനു മുമ്പെല്ലാം കേട്ടിട്ടുള്ളത്. ഇത് പുളിയറ തമിഴ്നാട് പോലീസ് ചെക്ക് പോസ്റ്റാണ്. ഇത് പുളിയറ തമിഴ്നാട് RTO ചെക്ക് പോസ്റ്റാണ്. ഒരു 1.5 വർഷം മുമ്പ് വരെ ഇതുവഴി പാസ് ചെയ്യുന്ന ടാക്സി വണ്ടികൾക്കെല്ലാം തന്നെ ഇവിടുത്തെ RTO ചെക്ക് പോസ്റ്റിൽ നിന്നായിരുന്നു പെർമിറ്റ് എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. ഒരാഴ്ചത്തെ ടാക്സ് അടച്ച് പെർമിറ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല. ഇവിടുത്തെ RTO ഓഫീസിന് നേരെ മുമ്പിലുള്ള കമ്പ്യൂട്ടർ സെൻറ്ററിൽ നിന്നും നമുക്ക് ടാക്സ് അടച്ച് പെർമിറ്റ് എടുക്കാം. ഒരാഴ്ചത്തെ പെർമിറ്റാണ് അവിടെ നിന്ന് നൽകുന്നത്. നമുക്ക് ഏകദേശം 550 രൂപയാണ് പെർമിറ്റ് ആയേക്കുന്നത്. ടാക്സി വണ്ടികൾക്ക് മാത്രം ഇത്തരത്തിൽ പെർമിറ്റ് എടുത്താൽ മതി. പ്രൈവറ്റ് വാഹനങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇത് RTO ഓഫീസിന് നേരെ മുമ്പിലുള്ളൊരു ഹോട്ടലാണ്. നമ്മൾ ഇതുവഴി പാസ് ചെയ്യുമ്പോഴെല്ലാം തന്നെ ഇവിടെ നിന്നാണ് സ്ഥിരമായി കാപ്പി കുടിക്കാറുള്ളത്. രാവിലെ ഇഡലിയും പൂരിയും ഒക്കെയാണ് ഞങ്ങൾ വാങ്ങിയത്. തമിഴ്നാട്ടിലെ ഹോട്ടലിൽ നിന്ന് ലഭിക്കുന്ന ഇഡലിയും സാമ്പാറും ചമ്മന്തിയും ഒക്കെ വളരെ ഇഷ്ടമാണ് എനിക്ക്. ഇത് ചെങ്കോട്ട കഴിഞ്ഞ് ഇലഞ്ഞി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ നിന്നും വലത്ത് പോയാൽ നമുക്ക് കുറ്റാലത്ത് പോകാം. കുറ്റാലത്ത് ഇവിടെ നിന്നും 8 കിലോമീറ്ററേ ഉള്ളൂ. ഇടത്തോട്ട് തിരിഞ്ഞു പോയാൽ നമുക്ക് മധുരയ്ക്ക് പോകാം. നമ്മൾ ഇടത്തോട്ട് തിരിഞ്ഞാണ് പോകുന്നത്. ഈ പ്രദേശങ്ങളിൽ ധാരാളം കൃഷിയിടങ്ങളുണ്ട്. ഇവിടെ നെല്ല്, കരിമ്പ്, ചോളം, തെങ്ങ് എല്ലാം ധാരാളമായി കൃഷി ചെയ്യുന്നുണ്ട്. യാത്ര വളരെ രസമാണ്. യാത്രയുടെ റോഡുകളുടെ ഇരു സൈഡുകളും പാടങ്ങളും മലകളും പാറകളും ഒക്കെയായിട്ട് കാഴ്ചയ്ക്ക് നല്ലൊരു വിരുന്ന് തന്നെയാണ്.
ഇനി മറ്റൊരു കൗതുകം എന്ന് പറയുന്നത് യാത്രയിൽ റോഡിൻ്റെ ഇരുവശങ്ങളിലായി നട്ടുപിടിപ്പിച്ചിരിക്കുന്ന തണൽ മരങ്ങളാണ്. അത് കാഴ്ചയ്ക്ക് തന്നെ ഒരു വലിയ ഭംഗിയാണ്. യാത്രക്കിടയിൽ നമുക്ക് വണ്ടി ഒന്ന് നിർത്തി അല്പം ഒന്ന് വിശ്രമിക്കാനും എല്ലാം ഈ മരത്തിൻ്റെ തണലുകൾ വളരെയധികം ഉപകാരപ്രദമാണ്. നമ്മൾ മധുരയ്ക്ക് പോകുന്നത് മെയിൻ ടൗണുകൾ എന്ന് പറയുന്നത് പുളിയറ ചെക്ക് പോസ്റ്റ്, ചെങ്കോട്ട, കടയനല്ലൂര്, പുളിയംകുടി, രാജപാളയം, ശ്രീവള്ളിപുത്തൂർ, അത് കഴിഞ്ഞാൽ അടുത്ത ടൗൺ മധുരയാണ്. ഈ പറഞ്ഞ ടൗൺ അല്ലാതെ ഈ ടൗണുകൾക്കിടയിൽ ഒരുപാട് സ്ഥലങ്ങൾ, വിജനമായ സ്ഥലങ്ങളുണ്ട്. അവിടെ എല്ലാം കൃഷികളും മറ്റുമൊക്കെയാണ്. അവിടെയൊക്കെ വീടുകൾ പോലും വളരെ കുറവാണ്. നമ്മളൊരു ടൗൺ അടുക്കുമ്പോഴാണ് കുറേ കടകളും കുറേ വീടുകളുമായിട്ടൊക്കെ കാണപ്പെടുന്നത്. പിന്നെല്ലാം വളരെ തരിശു ഭൂമി പോലെ കൃഷിഭൂമിയായിട്ടൊക്കെയാണ്, ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ്. നമ്മുടെ ഈ റൈറ്റ് സൈഡിലായി കടന്നു പോകുന്ന ട്രാക്ടറുകളിലെ പാസഞ്ചേഴ്സ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ ഈ പാസഞ്ചേഴ്സിനെ പിക്കപ്പിലോ മറ്റ് ട്രാക്ടറിലോ ഒന്നും ആരും യാത്ര ചെയ്യിപ്പിക്കില്ല. ഇവിടെ നിയമം വളരെ സ്ട്രിക്റ്റാണ് കേരളത്തിൽ. തമിഴ്നാട്ടിൽ പക്ഷേ അങ്ങനെയൊന്നുമല്ല. പിക്കപ്പിലും ട്രാക്ടറിലും ഒക്കെ ആൾക്കാർ, പാസഞ്ചേഴ്സ് ധാരാളം യാത്ര ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടങ്ങളിൽ തമിഴ്നാട്ടിലുള്ള കടകളുടെ ബോർഡുകളിലൊന്നും തന്നെ സ്ഥലപ്പേര് രേഖപ്പെടുത്തിയിട്ടില്ല. നമ്മുടെ നാട്ടിൽ, കേരളത്തിലെ കടകൾക്ക് പഞ്ചായത്തിൽ നിന്നോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ ലൈസൻസ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായും കടയുടെ ബോർഡിൽ സ്ഥലപ്പേര് രേഖപ്പെടുത്തിയിരിക്കണം. അതും ഇംഗ്ലീഷിലും മലയാളത്തിലും രേഖപ്പെടുത്തിയിരിക്കണം. എങ്കിൽ മാത്രമേ ലൈസൻസ് ലഭിക്കുകയുള്ളൂ. അത് വളരെയധികം പ്രയോജനകരമാണ്. നമുക്ക് കേരളത്തിൽ എവിടെ ചെന്നാലും ഏത് സ്ഥലമായി എന്നറിയാൻ പെട്ടെന്ന് കടയുടെ ബോർഡ് നോക്കിയാൽ മതിയാവും. അതേസമയം തമിഴ്നാട്ടിൽ വന്നാൽ നമ്മൾ എവിടെ ചെന്നെന്നറിയാൻ ഒരു രക്ഷയില്ല. ഏത് സ്ഥലത്താണെന്നറിയാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. തമിഴിൽ പോലും ബോർഡുകൾ പേര് രേഖപ്പെടുത്തിയിട്ടില്ല, സ്ഥലപ്പേര്. ഇംഗ്ലീഷിൽ രേഖപ്പെടുത്തിയാലേ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകത്തുള്ളൂ. എങ്കിൽ തന്നെയും ഒരു രക്ഷയുമില്ലാത്തൊരവസ്ഥയാണ് ആ ഒരു കാര്യത്തിൽ. പിന്നെ മറ്റ് സൈൻ ബോർഡുകൾ കണ്ടൊക്കെ മനസ്സിലാക്കിയാണ് സ്ഥലങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നത്. ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു സ്ലീപ്പർ ബസ് ആക്സിഡൻറ്റിൽ പെട്ട് കിടക്കുന്നത് കണ്ടു. ഈ കിടക്കുന്ന മരത്തിൽ ഇടിച്ച് മരം അതുപോലെ ഒടിഞ്ഞങ്ങ് വീണേക്കുവാണ്. വണ്ടിയുടെ ഫ്രണ്ടിന് നല്ല തകരാറ് പറ്റിയിട്ടുണ്ട്. ഇത് ഇവിടങ്ങളിൽ നിന്നും കൃഷി ചെയ്തെടുത്ത നെല്ലാണ്. ഇത് ഇവിടെ തന്നെ ശേഖരിച്ച് ചാക്കിൽ ആക്കി തൂക്കി അളവ് തിട്ടപ്പെടുത്തി വണ്ടിയിൽ ലോഡ് ചെയ്യുകയാണ്. ഇത് വരുന്ന വഴിക്ക് കണ്ടൊരു ക്ഷേത്രമാണ്. ഇപ്പോൾ നമ്മൾ ശ്രീവള്ളിപുത്തൂർ എത്തിയിട്ടുണ്ട്.
ഇപ്പോൾ നമ്മൾ മധുര ഹൈവേയിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ടോൾ ഗേറ്റിന് മുമ്പിലെത്തി. നിന്നും നമ്മളുടെ വണ്ടിയുടെ ഫാസ്ടാഗ് സ്കാൻ ചെയ്ത് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും 100 രൂപ ടോൾ ഈടാക്കിയിരിക്കുകയാണ്. നമുക്കിവിടുന്ന് ലെഫ്റ്റാണ് പോകേണ്ടത്. നേരെ പോയാൽ സേലം പോകുന്ന വഴിയാണ്. ദിണ്ടുഗൽ സേലം. ഇവിടെ നിന്നും മധുര ടൗണിലേക്ക് പോകാനായി നമ്മൾ ഹൈവേയിൽ നിന്നും ലെഫ്റ്റ് സർവീസ് റോഡിലേക്ക് ഇറങ്ങി ടൗണിലേക്ക് പോവുകയാണ്. നന്നായി പോകാം. ഞങ്ങൾ അങ്ങനെ മധുരയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ സ്റ്റീൽ മാർക്കറ്റിൻ്റെ അടുത്തുള്ള ഒരു പാർക്കിംഗ് ഏരിയയിൽ ഞങ്ങളുടെ ലോറി പാർക്ക് ചെയ്തതിന് ശേഷം ഉച്ചഭക്ഷണത്തിനായി ഞങ്ങൾ ഒരു ഹോട്ടൽ നോക്കി ഇറങ്ങിയാണ്. ഇവിടെ RR ബിരിയാണിക്കട എന്നൊരു ഹോട്ടലിൽ എത്തിയിരിക്കുന്നു. ഇവിടെ നിന്നും ഭക്ഷണം കഴിച്ചിട്ട് വേണം ഇനി സ്റ്റീൽ മാർക്കറ്റിലോട്ട് ചെല്ലാനും അവിടുത്തെ കടകളിൽ നിന്നും സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും. ഇവിടെ നിന്നും 3 ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്ത് ചിക്കൻ ബിരിയാണി എല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങൾ സ്റ്റീൽ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. സ്റ്റീൽ മാർക്കറ്റിലുള്ള വിശേഷങ്ങളൊക്കെ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു.